ഇതാ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. പാലക്കാട് വേനൽ ചൂടിനൊപ്പം തിരഞ്ഞെടുപ്പ് ചൂടും കൊടുമ്പിരി കൊള്ളുകയാണ്. എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടന്ന ഈ അവസരത്തിൽ നമുക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് ഒന്ന് പോയി വരാം. പ്രത്യക്ഷത്തിൽ ഒരു ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കുന്നത് എന്ന് നമുക്ക് തോന്നും. സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൊണ്ട് തന്നെ ശ്രദ്ധേയമാണിവിടെ. രാഷ്ട്രീയ പോരിൽ പക്ഷേ ആര് നേടും പാലക്കാടെന്നാണ് ഇനി അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി നിലവിൽ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം. നമുക്കറിയാം, UDF സ്ഥാനാർത്ഥിയായാണ് രാഹുൽ 2024 ഷാഫി പറമ്പിൽ MP ആയി പോയ ഒഴിവിലേക്ക് മത്സരിച്ച് വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ UDF മേൽക്കോയ്മയുള്ള മണ്ഡലം തന്നെയാണ് പാലക്കാടെന്ന് പറയാം. ഷാഫി പറമ്പിലിന്റെ 2011 മുതലുള്ള അവിടുത്തെ വിജയമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. പാലക്കാട് ആ UDF കാറ്റ് മാറി വീശുമോ അതോ ഇനിയും UDF തുടരുമോ എന്നൊക്കെയാണ് നമുക്കറിയേണ്ടത്. UDF സ്ഥാനാർത്ഥിയായി ഇക്കുറി മണ്ഡലത്തിലെത്തുന്നത് രമേശ് പിഷാരടിയാണ്. NMR റസാഖ് LDF സ്ഥാനാർത്ഥിയാകുമ്പോൾ BJPയുടെ ശോഭാ സുരേന്ദ്രൻ NDA കാൻഡിഡേറ്റായി എത്തുന്നു. നമുക്കറിയാം, പാലക്കാട് ജില്ല എന്ന് പറയുന്നത് 2021 ഇടതിന്റെ ശക്തി കേന്ദ്രമായി മാറുകയായിരുന്നു. കാരണം 12 മണ്ഡലങ്ങളിൽ 10 എണ്ണവും LDF കൊണ്ടുപോയി. പാലക്കാട് മണ്ഡലവും മുസ്ലിം ലീഗ് വിജയിച്ച മണ്ണാർക്കാടും മാത്രമാണ് UDFന് അനുകൂലമായത്. പക്ഷെ ഇത്തവണ UDF ആ പോരായ്മയൊക്കെ മറികടക്കാൻ ജില്ലയിൽ നിന്ന് പല മണ്ഡലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിലേക്ക് വന്നാൽ UDFന് നിലവിൽ ഒരു മേൽക്കോയ്മയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളൊക്കെ വന്നെങ്കിലും രാഷ്ട്രീയപരമായി അത് UDFനെ ജനങ്ങൾക്കിടയിൽ തകർക്കാൻ മാത്രം പവർ ഒന്നും അതിനില്ല എന്ന് തന്നെ പറയാം. ഈ വിഷയമൊക്കെ കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5939 വോട്ടുകൾ നേടി UDF തന്നെയാണ് അവിടെ മുന്നിട്ട് നിന്നത്. 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാര്യമെടുത്താലോ, 9707 വോട്ടുകളുടെ ലീഡ് മണ്ഡലത്തിൽ കോൺഗ്രസിലെ VK ശ്രീകണ്ഠൻ നേടിയതായി കാണാം. അപ്പോൾ തിരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു UDF ട്രെൻഡ് തന്നെ സ്ഥായിയായി നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. UDFന് ഒരു സേഫ് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടുത്തെ BJPയുടെ വളർന്നു വരുന്ന മുന്നേറ്റം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ ഒരു സ്വാധീനം അവിടെ ഉണ്ടാക്കും. 2016 ശോഭാ സുരേന്ദ്രൻ പാലക്കാട് എത്തിയപ്പോൾ 40,076 വോട്ടുകളാണ് അന്ന് BJP നേടിയത്. മുൻ തെരഞ്ഞെടുപ്പിലെ BJPയുടെ 22,317 എന്ന സംഖ്യയാണ് 17,759 വോട്ടുകളിലൂടെ ശോഭ വർദ്ധിപ്പിച്ചത്. അന്ന് BJP 2ാം സ്ഥാനത്തും CPM 3ാം സ്ഥാനത്തും തള്ളപ്പെട്ടിരുന്നു. 2021 വന്നാൽ ഷാഫി പറമ്പിൽ BJPയുടെ ഈ ശ്രീധരനോട് പോരാടി ജയിച്ചത് 3859 വോട്ടുകൾക്കാണ്. അന്ന് UDF BJP ഇരു മുന്നണികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് എന്നത് കേരളം കണ്ടതുമാണ്. 2024 ഉപതെരഞ്ഞെടുപ്പിലോ BJP വീണ്ടും 2ാം സ്ഥാനം സേഫാക്കിയിരുന്നു. പക്ഷേ ഈ ശ്രീധരന്റെ വോട്ടുകൾ അതേപടി നേടാൻ അവർക്കായില്ല. 50,000-ലധികം വോട്ടുകൾ നേടിയ ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ റിസൾട്ട് കൂടിയായിരുന്നു. 39,549 വോട്ടുകളാണ് ആ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാർ നേടിയത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ടത് CPMന് നേരിട്ട വോട്ട് ചോർച്ചയാണ്. അതായത് BJP അവിടെ ശക്തി പ്രാപിക്കുമ്പോൾ ചോർച്ച സംഭവിക്കുന്നത് CPM വോട്ട് ബാങ്കുകൾക്കാണെന്ന് കാണാം. ഇത്തവണ അതിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്നും സംശയമുണ്ട്. പ്രത്യക്ഷത്തിൽ UDF BJP പോരുമുറുകുന്ന കാഴ്ചയാണ് പാലക്കാട് പ്രകടമാകുന്നതെങ്കിലും CPM ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് ഇനിയും തയ്യാറാകുമോ എന്നതും നോക്കിക്കാണേണ്ട വസ്തുത തന്നെയാണ്. BJPയുടെ ഈ മുന്നേറ്റം പക്ഷേ മണ്ഡലത്തിന് ഗുണം ചെയ്യില്ല എന്ന് അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സ്ഥാനാർത്ഥി എവിടെയും വോട്ട് തേടാമെന്നിരിക്കെ മണ്ഡലത്തിൽ വടക്കൻതറയിൽ വെച്ച് BJP പ്രവർത്തകർ രമേശ് പിഷാരടിയെ തടഞ്ഞത് വാർത്തയായിരുന്നു. എതിർ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സോ പോസ്റ്ററോ പോലും അനുവദിക്കാത്ത സ്ഥലങ്ങളാണ് മൂത്താന്തറ, വടക്കന്തറ പോലുള്ള സ്ഥലങ്ങൾ. ഇതൊരു ജനാധിപത്യ രീതിയല്ലെന്നോർക്കണം. BJP ഏകാധിപത്യമെന്ന അവരുടെ തനി സ്വഭാവം ഇലക്ഷൻ സമയത്ത് തന്നെ പുറത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ അവിടുത്തെ ജനം കാണുന്നുണ്ട് എന്നെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല. എന്നാലും പൊതുജനത്തിന് ഇതൊന്നും അത്ര നല്ല പ്രവണതയായി തോന്നില്ല. രമേശ് പിഷാരടി സിനിമാ മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണെങ്കിലും ആ രീതിക്കപ്പുറം അദ്ദേഹത്തിന് ഒരു ജനകീയ മുഖമുണ്ട്. എല്ലാവരോടും നല്ല പെരുമാറ്റം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള മനസ്സും കാര്യങ്ങളെ വിശകലനം ചെയ്ത് ക്ലാരിറ്റിയോടെ സംസാരിക്കാനുള്ള പക്വതയും പ്രവർത്തിക്കാനുള്ള മനസ്സുമൊക്കെ ഒരു നല്ല പൊതുപ്രവർത്തകന്റെ ക്വാളിറ്റികളാണ്. അത് രമേശ് പിഷാരടിക്കുണ്ട് എന്ന് തന്നെ പറയാം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഷാഫി പറമ്പിൽ രമേശ് പിഷാരടിയെ പറ്റി പറഞ്ഞ വാചകം ശ്രദ്ധേയമായിരുന്നു.
പാർട്ടിക്ക് അധികാരമുള്ളപ്പോൾ അല്ല, ഇല്ലാത്തപ്പോഴാണ് പിഷാരടി മത്സര രംഗത്തേക്ക് വന്നത്. അദ്ദേഹം പാലക്കാട് ലഭിക്കാവുന്നതിൽ മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയെന്നായിരുന്നു വടകര എംപിയുടെ വാക്കുകൾ. രമേശ് പിഷാരടി, NMR റസാഖ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരിൽ ഒരാൾ പാലക്കാടിന്റെ ശബ്ദമാകാൻ നിയമസഭയിലേക്ക് പോകും. വലിയ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ അത് രമേശ് പിഷാരടി തന്നെ ആയിരിക്കും. CPM-ഉം BJP-യും അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലം ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇനി സമയവും കുറവാണ്. 2 ദിവസം കഴിഞ്ഞാൽ വോട്ടെടുപ്പായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.